ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് എൻ്റെ എല്ലാ പണി കേട്ടോ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വീട് പണി നടക്കുന്നുണ്ട്, പെയിൻറ്റ് പണിയിലാണ്. അപ്പോൾ എൻ്റെ ഉപ്പയായിരുന്നു പെയിൻറ്റ് പണി ചെയ്യുന്നതെന്നൊക്കെ ഞാനൊരു മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പണിയൊക്കെ ഇന്ന് തീർന്നപ്പം ഇന്നിപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ പണിക്ക്. അപ്പോൾ പിന്നെ ഞാൻ അപ്പനെ കുറച്ച് സഹായിക്കാമെന്ന് വിചാരിച്ചു. സഹായിക്കുക വെച്ചാൽ അവിടെ ഫുള്ളും വൃത്തിയാക്കാണ്ട് ഏകദേശം പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടോ, പൊട്ടിയിടലൊക്കെ കഴിഞ്ഞ് ഇനി ചെറിയൊരു ഭാഗത്തൊക്കെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് മുകളിൽ നിന്ന് തുടങ്ങാൻ നന്നാക്കാൻ വിചാരിച്ച് അങ്ങനെ 2 ബെഡ്റൂമും അടിച്ചേരി ഡൈനിങ് ഹാളിലേക്ക് എത്തിയതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പൊടിയുണ്ട്, അതുപോലെ തന്നെ കുറേ കയറും, അതുപോലെ തന്നെ കുറേ കഷ്ണം തുണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ഒന്ന് വൃത്തിയാക്കി അവിടെയൊക്കെ നല്ല അടിച്ച ഭയങ്കര പൊടിയാട്ടോ. എനിക്ക് നാളെ എന്തായാലും ജലദോഷം പിടിക്കുന്ന ഉറപ്പാണ്, അത്രയും പൊടിയാണ്. ഒരു പൊട്ടിയിട്ടിട്ട് അവരിങ്ങനെ ഒരുതും. അപ്പോൾ ഇങ്ങനെ ഒരുതുന്നതുകൊണ്ട് ആ വൈറ്റ് പൊടിയാണ്, അതിൻ്റെ ആ പൊട്ടീൻ്റെ പൊടി ഭയങ്കരമാണ്. ഒരിക്കലും ഈ അലർജി കാര്യങ്ങളുള്ളവരൊന്നും ഇത് ചെയ്യാത്തായിരിക്കും നല്ലത് കേട്ടോ. എനിക്ക് അലർജിയൊക്കെ ഉണ്ട്, പക്ഷേ അപ്പോൾ അങ്ങനെ വല്ലാണ്ടൊന്നുമല്ല. എന്നാലും എൻ്റെ മോനക്കുണ്ട് കേട്ടോ. അപ്പം ഞാൻ മക്കൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ വേഗം വന്ന് ചെയ്യുക, കാരണം അവരൊറ്റ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം. എൻ്റെ ചെറുതിന് ആസ്മൻ്റെ പ്രശ്നമുള്ളത്. അപ്പോൾ ഈ പൊടിയിലേറ്റവും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ അവൻ വരുമ്പോൾ ഫുള്ള് നന്നാക്കാന്നുള്ള ആ ഒരു പ്ലാനിൽ സ്പീഡ് ചെയ്യാം കേട്ടോ ഞാൻ. അപ്പോൾ ഈ പൊട്ടിയിടുമ്പോൾ നിലത്തേക്ക് ഇങ്ങനെ ഇറ്റുമല്ലോ അതിൻ്റെ ഓരോ ഇതും. അപ്പോൾ അതൊക്കെ ഉണങ്ങി പിടിച്ചെടുക്കണം, ഒക്കെ ഒന്ന് ക്ലീൻ ആക്കണം, അല്ലെങ്കിൽ ഇപ്പൊക്കെ ക്ലീൻ ആക്കേണ്ടി വരും. അപ്പോൾ ഇപ്പം അവിടെ പണിയെടുക്കുമ്പോൾ ഇനി ഇതൊക്കെ ഞാൻ ചെയ്താൽ ഇപ്പം അത്രയും ഒരു ആശ്വാസമില്ല വിചാരിച്ചിട്ട് ഞാനിത് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടെ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ തന്നെ ഉള്ളൂ കേട്ടോ ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ കോണിക്കൂടിൻ്റെ സീലിംഗ് കേട്ടോ അടിക്കുന്നത്. അപ്പോൾ ഇപ്പം ഒരു കോണിയൊക്കെ വെച്ചിങ്ങാണ്ട് കയറിങ്ങാണ്ടാണ് അടിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇങ്ങനെ പേര് തീരുന്നതിനനുസരിച്ച് ഇപ്പം ഇങ്ങനെ ഇറങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഒറ്റക്കായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടെന്ന്. ഇപ്പം അപ്പോൾ മക്കളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോരോ ബുദ്ധിമുട്ടില്ലാണ്ട് വേഗം ചെയ്യാണ്. ഒരു ഈ ഭാഗത്തൊന്നുമല്ല കേട്ടോ, ഈ പൊടിയൊക്കെ ഒരു ഇതിലേക്കാവുന്ന ആ ഭാഗത്തൊന്നുമല്ല, ഒരു മറ്റേ വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടേക്കൊന്നും അങ്ങനെ വല്ലാണ്ട് പൊടി എത്തൂല. അപ്പോൾ പിന്നെ ഞാൻ വേഗം കേട്ടോ എന്താ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, നല്ല പൊടിയെന്ന് പറഞ്ഞാൽ നല്ല പൊടിയാണ്. ഈ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ പിന്നെ പറയണ്ട, പിറ്റേന്ന് നീക്കലുണ്ടാവില്ല, ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും, അമാതിരി പൊടിയാണ്. പിന്നെ അത് ഫുള്ള് വൃത്തിയാക്കാം കേട്ടോ. എനിക്കൊരു വാശി ഉണ്ടായിരുന്നു ഇന്ന് എന്നെ ഫുള്ള് വൃത്തിയാക്കണമെന്ന്. വാശി എന്ന് പറയാൻ താഴെ വൃത്തിയാക്കൽ താഴെ ഞാൻ കാണിച്ചു കേട്ടോ. താഴെ ഒരുപാടുണ്ട് വൃത്തിയാക്കാൻ.
ഞാൻ കുഴങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളെ മോൾ ഭാഗമുള്ള ആ വ്യൂ ഒന്ന് നോക്കാട്ടോ. പുറത്ത് ഫുള്ളും വീട് കേട്ടോ. ആ സൈഡ് മുന്നിലും ഫ്രണ്ടിലും ബാക്കിലൊക്കെ വീട് തന്നെ കേട്ടോ. പിന്നെ അതാ ഞാൻ പറഞ്ഞില്ലേ, ടൈൽസിൻ്റെ മേലൊക്കെ ഈ പൊട്ടിയിട്ടപ്പം അവരെന്നാ പൊട്ടിൻ്റെ ആ മിക്സ്ഡ് ഇങ്ങനെ ഇട്ടു. അപ്പോൾ ഓരോ നന്നാക്കിയിട്ടൊന്നുമില്ല, ഇനി ഹിന്ദിക്കാരായിരുന്നു. അപ്പോൾ ഓരോ നന്നാക്കിയിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നന്നാക്കണേ, ഞാൻ നന്നാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ ഒരു കയ്യാക്കാവട്ടെ ശേഷി ഞാൻ ഫുള്ളൊന്ന് ക്ലീൻ, വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഇതേപോലത്തെ ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരുത്തി കൊടുത്താൽ മതി, വേഗം പോരുന്നുണ്ട്. അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. പിന്നെന്താ, ഭയങ്കര പൊടി. ആ പൊടീൻ്റെ ഒറ്റ പ്രശ്നം തന്നെ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ ഇങ്ങനെ ആക്കാനൊന്നും. അങ്ങനെ ഫൈനലി മുകളിലൊക്കെ അടിച്ചേരി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ടില്ല, സ്റ്റെപ്പ് തൊട്ട് തുടങ്ങണം ഇനി താഴത്തേക്ക്. ഫുള്ളും പൊടിയാണ്, താഴെ മൊത്തം പൊട്ടിയിട്ടുണ്ട്, ഫുള്ളും പൊടിയാണ്. മുകളിൽ അത്ര അങ്ങോട്ടില്ല, ആ കൊല്ലായി സിറ്റ് ഔട്ടിൻ്റെ ആ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കണ്ടില്ല, ഫുള്ളും പൊടിയാണ്. ചെരുപ്പിട്ട് തന്നെ മറക്കേണ്ടി വരും. എപ്പോഴും ഭാഗത്തുനിന്ന് വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട്. ഞാനിതൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. മോന് ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ വൃത്തിയാക്കില്ല കേട്ടോ. കാരണം ഓനക്ക് ഭയങ്കര അലർജി, ഞാൻ പറഞ്ഞില്ലേ, ആസ്മൻ്റെ കുഴപ്പമുള്ളതാണ്. അപ്പോൾ ഞാനൊട്ട് ഓനുൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ന് എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യിക്കും. ഇപ്പോഴാണ് ഒരു 4-5 മാസമായിട്ടുള്ളൂ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വിട്ട് കളിക്കാൻ തുടങ്ങിയിട്ട്. അത് ഫുള്ളും എനിക്ക് ആസ്മ വരും, അതേപോലെ അവൻ അഡ്മിറ്റാക്കും, ICUലാവും, തന്നെയായിരുന്നു കളി. ഒരു 5-6 പ്രാവശ്യം ICUലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അപ്പം കുറച്ചൊന്ന് മാറി വരുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇനി ഒന്നും കൂടി വന്നിട്ടാണെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഓൻ വന്നിട്ടുണ്ടെങ്കിൽ വേഗം നിർത്തിങ്ങാണ്ട് വേഗം മെല്ലെ പോകാനാണ് ഇനി പ്ലാന്. പിന്നെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കുറേ വേസ്റ്റ് പേപ്പേഴ്സും അതേപോലെ തുണികളും ഈ റൂം അത്ര ഈ ടൈൽസിൻ്റെ തന്നെ ചട്ടമൊക്കെ ഉണ്ട്, കുറേ ബക്കറ്റും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലിൻ്റെ വർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ഇൻഡസ്ട്രിയലിൻ്റെ പൈപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് മാറ്റി ഒന്ന് അടിച്ചാൽ ഫുള്ളായില്ലെങ്കിലും ഈ പൊടികളൊക്കെ ഒന്ന് കളയാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഓരോരോ സാധനങ്ങൾ ഓരോരോ ഭാഗത്തേക്ക് അങ്ങോട്ട് ഇടും. കുറേ ബക്കറ്റ് ഉണ്ട് പെയിൻറ്റിൻ്റെ. ആ പെയിൻറ്റിൻ്റെ ബക്കറ്റൊക്കെ ഞാൻ കിച്ചണിൽ കൊണ്ടുവയ്ക്കാൻ വിചാരിച്ചിട്ടോ. കാരണം അവിടെ ഒന്നും വല്ലാണ്ടില്ല. അവിടെ ഈ ടൈൽസാണ് ചുമരിനൊട്ടിക്കുന്നതുകൊണ്ട് അവിടെ പൊട്ടിയല്ല. അപ്പോൾ അവിടെ ഒന്നും വല്ലാണ്ട് പൊടിയില്ല. അപ്പോൾ അങ്ങോട്ടൊക്കെ മെല്ലെ മാറ്റി. ഇനി ഇതാ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് തുടങ്ങി എല്ലാ ഈ പൊടിയും പൊട്ടും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം. എന്നിട്ട് ഈ പൈപ്പ് ഈ നടുവിലാണ് ഈ പൈപ്പ് വന്നിരിക്കുന്നത്. അതൊന്ന് മാറ്റി ഒരു സൈഡിലേക്ക് വെക്കണം.
അങ്ങനെ ഏകദേശം എൻ്റെ പണി നിർത്താനായിട്ടുണ്ടോ, മക്കളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ചെറുതും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിർത്താൻ പോവാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ടൈം കുറച്ച് അധികം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചായ കൊടുക്കാനുള്ള ടൈമും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നിർത്തിഞ്ഞ് ബാക്കി നാളെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസുമായി നമുക്ക് ഇനി വീണ്ടും കാണാം.